ഹേ ഗായ്സ്, വെൽക്കം ടു തംജി. നമ്മളിന്ന് രേഖാചിത്രം എന്ന് പറയുന്ന സിനിമ കണ്ടു. ആസിഫ് അലി നായകനായിട്ട് ജോഫൻ ടി ചാക്കോ മമ്മൂട്ടിയെ വെച്ചിട്ട് പ്രീസ് എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തിട്ടുള്ള സംവിധായകന്റെ രണ്ടാമത്തെ മാത്രം സിനിമയാണ് രേഖാചിത്രം. ആസിഫ് അലി ഈ ചിത്രത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പുള്ളി ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഈ സിനിമ. അതായത് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭയങ്കര ട്വിസ്റ്റ് ഇല്ല, ത്രില്ലർ ഇല്ല, ഇന്റർവെൽ പഞ്ച് ഇല്ല, ഭയങ്കര ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആയിട്ടുള്ള ഒരു സിനിമയല്ല. അതല്ല പടം. ഇത് സത്യം പറഞ്ഞ ഒറ്റ വാക്കിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ട്രിബ്യൂട്ട് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതായത് കാതോട് കാതരം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ നമുക്കറിയാം, മമ്മൂട്ടി നായകനായിട്ട് ഭരതൻ സാർ സംവിധാനം ചെയ്ത് കമൽ സാർ അടക്കം വർക്ക് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അതായത് ഒരുപാട് ലെജൻഡ്സ്, ജോൺ പോൾ ജോൺ, അങ്ങനെ ഒരുപാട് ലെജൻഡ്സ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ ആ ഒരു സിനിമേൻ്റെ ഒരു സെറ്റിൽ നടക്കുന്ന ഒരു കഥ, ആ ഒരു കഥേനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് സിനിമേൻ്റെ മെയിൻ ആയിട്ടുള്ള ത്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരുപാട് ലെജൻഡ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രിബ്യൂട്ടാണ് സത്യം പറഞ്ഞ ഒരു സിനിമ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലുള്ള ഒരു പ്രസൻറ്റേഷനാണ് ആ സ്റ്റോറി ടെല്ലിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. അത് കിടിലം പോലെ വർക്കായിട്ടുള്ളൊരു സിനിമയാണ്. നിങ്ങൾ വേറെ ഒന്നും പ്രതീക്ഷിച്ച് പോകരുത്. അതായത് അത് ആസിഫ് അലി പറഞ്ഞ അതേ സാധനമാണ്, ഒരു ഭയങ്കര ട്വിസ്റ്റ് ആയിട്ടുള്ള, നമ്മളിങ്ങനെ പിടിച്ചിരുത്തുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ. അതെ, ഇൻവെസ്റ്റിഗേഷൻ തന്നെയാണ് സാധനം. പക്ഷെ ഒരു ത്രില്ലർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വലിയൊരു ത്രില്ലർ എന്നുള്ള സാധനമല്ല അത്. പിന്നെ എങ്ങനെ അതിലൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഫ്രഷ്നെസ് എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത് ആ ഒരു പ്രസൻറ്റേഷനാണ്. അതാണ് അതിന് ഏറ്റവും വലിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, നമുക്കറിയാം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് പറഞ്ഞ സിനിമ വരുമ്പോഴും അതിൻ്റെ ഒരു പാറ്റേൺ ഉണ്ടല്ലോ. ഒരു മേർഡർ നടക്കുന്നു, പോലീസ് ഓഫീസറായിട്ട് നായകൻ വരുന്നു, വില്ലൻ വരുന്നു, ആ വില്ലനെ പിടിക്കുന്നു, കഥ തീരുന്നു. അപ്പോൾ ഇതങ്ങനെയല്ല. ഇത് ഒരുപാട് ക്യാരക്ടേഴ്സിലൂടെ കടന്നുപോയി ഒരുപാട് നമ്മൾ ഇമോഷണലി ആ ഒരു ക്യാരക്ടേഴ്സിൻ്റെ കൂടെയാണ് നമ്മളുടെ യാത്ര എന്ന് പറയുന്നത്. അല്ലാതെ ആ ഒരു കഥേൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നുള്ള രീതിയിലല്ല. ഒരുപാട് ആക്ടേഴ്സിനെ നമ്മൾ കാണുന്നു, അപ്പോൾ അവർ വഴി നമ്മൾ സഞ്ചരിക്കുകയാണ്. അതാണ് സിനിമയുടെ ഒരു ഹൈലൈറ്റ്. അതിൻ്റെ കൂടെ കുറച്ച് സർപ്രൈസസും കൂടി ഉണ്ട്. അപ്പോൾ അത് സിനിമ നിങ്ങൾ കാണുന്ന സമയത്ത് കണ്ടു തന്നെ അറിയാം. കുറച്ച് ചെറിയ സർപ്രൈസാണ്, പക്ഷേ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ച സാധനം തന്നെ ആയിരിക്കും. ആ പ്രതീക്ഷിച്ച സാധനം സിനിമയിലുണ്ട്, പക്ഷെ വലിയ രീതിയിലല്ല എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഒരു രക്ഷയില്ല കേട്ടോ. സ്ക്രിപ്റ്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കണക്ഷൻ ഉണ്ട്. അത് ഇവർ പല രീതിയിൽ സംഭവങ്ങൾ കണക്ട് ചെയ്യുന്നൊരു സാധനമുണ്ട്. മൈന്യൂട്ട് നമ്മൾ ഡീറ്റെയിലിംഗ് ആയിട്ടിട്ട് അത്രയും റിസർച്ച് ചെയ്ത് അത്രയും ടൈം എടുത്തിട്ടാണ് അവർ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തിട്ടുള്ളത്. സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഫസ്റ്റ് ഹാഫ് നല്ല കിടിലം പോലെ കൃത്യമായിട്ട് ക്യാരക്ടേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ആ ഒരു സൊല്യൂഷൻ പ്രോബ്ലം വരുന്നു, ആ ഒരു പ്രോബ്ലം എങ്ങനെ പോകുന്നുള്ളത് കറക്റ്റായിട്ട് പോയിട്ട് ഒരു ഹുക്കിലാണ് അവർ ഫസ്റ്റ് ഹാഫ് നിർത്തുന്നത്. അപ്പോൾ സെക്കൻഡ് ഹാഫ് കുറച്ചൊരു ഇഴച്ചിലായിട്ട് എനിക്ക് ലാസ്റ്റോട്ട് തോന്നിയില്ല. അതൊരു ലാസ്റ്റ് ഒരു 20 minutes ഒക്കെ ചെറിയൊരു ഇഴച്ചിൽ, സിനിമ ഒന്ന് മുന്നോട്ട് നീങ്ങാത്തത് പോലെ തോന്നിപ്പോയി. പക്ഷേ അതൊരു പ്രശ്നമൊന്നുമല്ല. ഒരു ഡ്യൂറേഷൻ 2.5 മണിക്കൂർ ഉണ്ട് പടം. നിങ്ങൾ കുറച്ച് ഷോർട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ക്രിസ്പായിട്ട് വരുമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അത്രേ ഉള്ളൂ. പെർഫോമൻസിൻ്റെ കേസ് പറയുന്നുണ്ടെങ്കിൽ എല്ലാവരും കിടിലം പെർഫോമൻസ് ആണ്. ആസിഫ് അലി പോലീസ് ഓഫീസറായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല പെർഫോമൻസ് ആണ്, കിടിലം. പുള്ളി നല്ല കിടിലം പോലെ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു സമയത്ത് പോലും ആസിഫ് അലി എന്നുള്ള രീതിയിൽ സ്ക്രീനിൽ കാണില്ല. ആ ക്യാരക്ടറായിട്ട് തന്നെയാണ് പുള്ളി കിടിലം പോലെ ചെയ്തിട്ടുള്ളത്. അതുപോലെ അനശ്വരയുടെ ക്യാരക്ടറും അവരെണ്ണമാണ് മെയിനായിട്ട് വരുന്നത്. ബാക്കി സിദ്ദിഖ് ഉണ്ട്, മനോജ് കെ ജയൻ ഉണ്ട്. അവർക്കൊക്കെ സ്ക്രീൻ പ്രസൻസ് കുറവാണ്. അനശ്വരക്കും സത്യം പറഞ്ഞാൽ സ്ക്രീൻ പ്രസൻസ് ഉണ്ട്, സാധനമുണ്ട്, ഉള്ളതൊക്കെ കിടലം പോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളി അത് പറഞ്ഞതുപോലെ ഭയങ്കര ട്വിസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളുള്ള ഒരു സിനിമ പ്രതീക്ഷിച്ച് പോകരുത്. ഒരു ഇമോഷണൽ ഒരു ഒരു ക്ലാസിക്കൽ, നമ്മളൊരു വിൻറ്റേജ് ഫീൽ എന്നൊക്കെ പറയുന്നില്ല, ഒരു ഓൾഡ് സ്കൂൾ ഫീൽ കിട്ടും. ആ സിനിമയുടെ തുടക്കത്തിൽ എഴുതി കാണിക്കുന്ന ഫോണ്ട്, നന്ദി എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കുന്ന ഫോണ്ട് തൊട്ട് അവർ നല്ലൊരു സംഭവം ചെയ്തിട്ടുണ്ട്. ആ പഴയ കാലത്തെ ഫോണ്ടുകളൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ നല്ല രീതിയിൽ അവർ ടൈം എടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റിൽ ഭയങ്കര ഡീറ്റെയിലിംഗ് ആണ് സംഭവം. ഞാൻ പറഞ്ഞ പോലെ ആ ഒരു കണക്ട് ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. കുറേ സ്ഥലത്ത് ഇങ്ങനെ സംഭവങ്ങൾ, ഇപ്പോൾ ഈ ഒരു സ്ഥലത്തിലേക്ക് എങ്ങനെ ഇത് കണക്ട് ചെയ്യുന്നുള്ളതിനൊരു ത്രെഡ് ഉണ്ട്. അപ്പോൾ ആ ത്രെഡൊക്കെ അവർ എഴുതി വെച്ച് അത് ഡെവലപ്പ് ചെയ്തെടുത്തത് നല്ല കിടിലം പോലെ എനിക്ക് തോന്നി. മൊത്തത്തിൽ നല്ലൊരു വൺ ടൈം വാച്ചബിളായിട്ട് നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് രേഖാചിത്രം ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി ട്വിസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ട്വിസ്റ്റ് ഉണ്ടെന്ന് പറയാം. പക്ഷെ അതൊരു ക്ലൈമാക്സിൽ, അത് ലാസ്റ്റ് എത്തുന്ന സമയത്ത് നമ്മൾ അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അപ്പോൾ അത് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ആ ഒരു എക്സ്പെക്ടേഷൻ, അത് വലിയൊരു റിവീലിംഗ് ഒന്നല്ല, പക്ഷേ ഓക്കെ, നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന രീതിയിലുള്ള ഒരു ട്വിസ്റ്റാണ് അവരവിടെ റിവീൽ ചെയ്യുന്നത് ലാസ്റ്റ്. അത് കൊള്ളാം, അത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ
സ്ക്രീൻ പ്ലേ ആയാലും മേക്കിംഗ് ആയാലും ഒരു രീതിയിലും വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല സിനിമ. അതുപോലെ തന്നെ പെർഫോമൻസിൻ്റെ കേസിലായാലും വിഷ്വൽസും സിനിമാറ്റോഗ്രഫി മ്യൂസിക്കും എല്ലാം നല്ല രീതിയിൽ എന്താണോ കഥക്ക് ആവശ്യമായിട്ടുള്ള സാധനം അത് കൃത്യമായിട്ട് കൊടുത്തിട്ടുള്ളൊരു സിനിമയാണ്. കൃത്യമായിട്ട് ഡെലിവർ ചെയ്തിട്ടുണ്ട് എല്ലാവരും. അത് തന്നെയാണ് രേഖാചിത്രം. എന്തായാലും രേഖാചിത്രം ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു അബവ് ആവറേജ് സിനിമ തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും പോയി കണ്ടു നോക്കുക. കണ്ടിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങൾക്കും അറിയിക്കാം. ഓക്കെ.